ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മക്കാന സ്മൂത്തിയുമായിട്ടാണ്. മക്കാന എന്നത് താമരയുടെ വിത്താണ്. കൂടുതൽ പ്രോട്ടീൻ റിച്ചും കാർബോഹൈഡ്രേറ്റും മിനറൽസൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെ വിശക്കുകയില്ല. വെയിറ്റ് ലോസിനും നല്ലതാണ്. എന്നാൽ നമുക്ക് ഇന്നലെ സ്മൂത്തി ഉണ്ടാക്കിയാലോ? എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഈ സ്മൂത്തി ഉണ്ടാക്കുവാൻ വേണ്ടി 50 ഗ്രാം മക്കാന എടുത്തിട്ടുണ്ട്. മക്കാന എന്നാൽ താമരയുടെ വിത്താണ്. അതുപോലെ 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ വേണമെങ്കിലും എടുക്കാം. ഒരു 10 ബദാം വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഷുഗർ ഞാൻ ഉപയോഗിക്കുന്നില്ല, ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതും കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ 1 പാക്കറ്റ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല കട്ടയായിട്ടാണുള്ളത്. കുറച്ച് മെൽറ്റായതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഒന്ന് അടിച്ച് കൊണ്ടുവരണം. ഇതിന് ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കാച്ചിയ പാലാണെങ്കിൽ മിൽമ പാലായതുകൊണ്ട് കാച്ചേണ്ട ആവശ്യമില്ല. പ്ലാസ്റ്ററൈസ് ചെയ്ത പാലായതുകൊണ്ടാണ് അത്. ഇത് വേറെ പശുവിൻ പാലാണെങ്കിൽ ഒന്ന് കാച്ചി തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇതെല്ലാം ഒക്കെ ഇട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വന്ന് നമുക്ക് സ്മൂത്തിയാക്കി അടിച്ചു കൊണ്ടുവരാം. ഇത് നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഡേറ്റ്സും, അതുപോലെ കുതിർത്തെടുത്ത ചിയ സീഡ്, ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നീട് പാലും ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് അടിച്ചു കൊണ്ടുവരാം. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുപഴവും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി പാലൊഴിച്ചു കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാം. ഇതിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തി, മക്കാന സ്മൂത്തി ഇവിടെ റെഡിയാണ്. അത് നമുക്കൊരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി മക്കാന സ്മൂത്തി ഇവിടെ റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിച്ചാൽ പിന്നെ ഉച്ചവരെ വിശക്കുകയില്ല. മക്കാന നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. അതുപോലെ ബദാമും നല്ല കൊളസ്ട്രോൾ കുറക്കുവാനും ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോളിനെ ഉണ്ടാക്കുവാനും നല്ലൊരു നട്ട്സാണ് ബദാം. എന്നാലിവിടെ റെഡിയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും പൊടിച്ചത് നട്ട്സ് ഇട്ട് കൊടുത്ത് ഒന്ന് അലങ്കരിച്ച് കൊടുക്കാം. ഒരു മുന്തിരിങ്ങയും വെച്ച് കൊടുക്കാം. എന്നാൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബദാം മക്കാന ഷേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.